ഹലോ ഫ്രണ്ട്സ്, ഇവർ വിവാഹിതരായ എന്ന സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭൂമിച്ച വന്ന് അച്ഛനോടും അമ്മയോടും ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം ഇവിടുന്ന് പോകാനായിട്ട്. അല്ല, പോയേ പറ്റുള്ളൂ മോളെ, നമുക്ക് അത്യാവശ്യമുണ്ട്, ഇനി ഈ നാട്ടിൽ നിൽക്കണ്ട എന്നിങ്ങനെ അച്യുതൻ പറയാം. പക്ഷേ ഭൂമി സമ്മതിക്കണില്ല കേട്ടോ. ഞാനിത് ശരിയാവില്ല, ഇവിടെ കോഫി ഷോപ്പും അതും ഇതുമൊക്കെ ഇങ്ങനെയൊക്കെ കിടക്കുന്ന കാരണം ഞാനിത് വരില്ല. അപ്പോൾ തന്നെ പെട്ടെന്ന് അച്യുതന് ദേഷ്യം വരാണ് കേട്ടോ. ഒരു കാര്യമെങ്കിലും നീ പറഞ്ഞാൽ മനസ്സിലാക്കാത്ത എന്താ, പോകണമെന്ന് പറഞ്ഞാൽ പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ പെട്ടെന്ന് അച്യുതൻ്റെ ഈ ദേഷ്യം കാണുമ്പോൾ തന്നെ ഭൂമിക്ക് വല്ലാതെ സങ്കടമാവണുണ്ട്. ഭൂമിയും പറയണം, പോകണമെങ്കിൽ പോവാം, പക്ഷെ എനിക്ക് സമയം വേണം, പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമില്ലാതെ ദേഷ്യം പിടിച്ച് പോവാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന് വീണ്ടും അച്ഛനെ ഒന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. അച്ഛാ പോവാമല്ലോ നമുക്ക്, പെട്ടെന്ന് ഇങ്ങനെയൊക്കെ എടുത്ത് പറഞ്ഞാൽ എങ്ങനെയാണ്. അപ്പോൾ അച്യുതൻ പറയണം, മോളെ നീ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാനിവിടുന്ന് അനുസരിച്ചിട്ടുണ്ട്, പക്ഷേ അച്ഛനോട് സ്നേഹമുണ്ടെങ്കിൽ ഈ ഒരു കാര്യം അച്ഛൻ പറയുന്നത് നീ അനുസരിച്ചേ പറ്റുള്ളൂ എന്നിങ്ങനെ താഴ്മയോടുകൂടി പറയാട്ടോ. അപ്പം ഭൂമിക്കൊരു സംശയമുണ്ട്. കാരണം എന്തിനാ അച്ഛൻ ഇങ്ങനെ പോകുന്നത്, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അടിപിടി കേസോ അല്ലെങ്കിൽ കുത്തോ തട്ടിക്കൊണ്ട് പോകുമല്ലോ, അങ്ങനെ എന്തെങ്കിലും, അച്ഛൻ ആരെയാണ് പേടിക്കണേ എന്നൊക്കെ ചോദിക്കുകയാണ് ഭൂമി. അങ്ങനെയൊന്നുമില്ല, നമുക്ക് പോകണം എന്ന്. അപ്പോൾ അച്ഛനും സുഖമില്ലാത്തല്ലേ, അച്ഛൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ സാധിച്ചു കൊടുക്കാമെന്ന് ഭൂമി മനസ്സിൽ വിചാരിക്കാട്ടോ. എന്നിട്ട് അവസാനം സമ്മതിക്കുന്നുണ്ട്. ശരി അച്ഛാ, നാട്ടിലേക്ക് പോവാം, നാളെ തന്നെ പോവാം, പക്ഷേ ഇത് അച്ഛനോടുള്ള സ്നേഹം തെളിയിക്കാനൊന്നുമില്ല. പിന്നെ അച്ഛൻ എന്തോ മനസ്സിൽ കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അതെൻ്റെ നല്ലതിനായിരിക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഭൂമി അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അംബിക അച്യുതനോട് പറയുന്നുണ്ട്, കണ്ടോ അവൾ പറഞ്ഞിട്ട് പോയത് കണ്ടില്ലേ, അവിടെ നല്ലതിന് വേണ്ടിയിട്ടാണ് അച്യുതേട്ടൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. ആണോ അച്ഛേട്ടാ, നല്ലതിന് വേണ്ടിയിട്ടാണോ? അപ്പോൾ അച്യുതന് വല്ലാതെ സങ്കടമാവണം കേട്ടോ. അത് കഴിഞ്ഞ് അച്യുതൻ അവിടെ നിന്ന് രാത്രിയാകുമ്പോൾ ഇറങ്ങി തൻ്റെ കാറ് CCTV അതിനകത്ത് കയറിയിരുന്ന് കാറിനോടൊന്ന് സംസാരിക്കുകയാണ് കേട്ടോ. 38 വർഷമായി നീ എൻ്റെ കൂടെ കൂടിയിട്ട്, പിന്നെ എൻ്റെ ജീവിതത്തിൽ വന്ന എല്ലാ കാര്യങ്ങൾക്കും മാറ്റങ്ങൾക്കും ഇന്ന് വരെയുള്ള കാര്യങ്ങൾക്കും സാക്ഷി നീയാണ്. നിനക്കറിയാത്ത ഒരു കാര്യം ഒന്നുമില്ല, എനിക്കും പ്രായമായി, നിനക്കും പ്രായമായി, പണ്ടത്തെ പോലുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളൊന്നും എനിക്കില്ല, ശരീരം തളർന്നു തുടങ്ങുന്നുണ്ട്, ഓരോന്നിങ്ങനെ ആലോചിക്കുമ്പോഴേ ഒരു വിഷമവും ഒക്കെ തോന്നുന്നുണ്ട്, എല്ലാം എനിക്ക് ഇന്നലെ നടന്നതുപോലെയാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ കാറിനോട് സംസാരിച്ചിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ അടച്ചു വെച്ചൊന്ന് മയങ്ങാട്ടോ. കാരണം പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരികയാണ്. ഭവാനി നമ്മുടെ അഭിരാമിയെ കൊണ്ട് നേരെ കൊല്ലാനാണെന്ന് പറഞ്ഞ് അച്യുതൻ്റെ കൈ കൊടുക്കുന്നു. അച്യുതൻ അവിടെ നിന്ന് വാങ്ങുക കേട്ടോ. പക്ഷേ കൊല്ലാൻ തോന്നുന്നില്ലല്ലോ, നേരെ കൊണ്ട് അംബികേനെ ഏൽപ്പിക്കുകയാണ് കേട്ടോ. മക്കളില്ലാത്തവർക്ക് അംബികയ്ക്ക് ഭയങ്കര സന്തോഷമാവാനാണ്. അങ്ങനെ ഈ കുഞ്ഞിനെ അവർ വളർത്താനാണ് തീരുമാനിക്കുന്നത്. പക്ഷേ കൊല്ലാനായിട്ട് ഒരാൾ തന്നതാണെന്ന് മാത്രം അംബികയോട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അച്യുതൻ. അങ്ങനെ അവരങ്ങനെ പെട്ടെന്ന് തന്നെ ആ രാത്രി സാധനങ്ങളെല്ലാം പറക്കി കെട്ടി അവർ താമസിക്കുന്ന വീട്ടിൽ നിന്നും അവരുടെ നാട്ടിലേക്ക് പോവാണ്. ഈ കാറിൽ തന്നെയാണ് കേട്ടോ പോയി. ആ നാട്ടിലാണ് ഭൂമിജയെ വളരുന്നതും വളർത്തുന്നതും ഒക്കെ. അവിടെ അവർ സന്തോഷത്തോടു കൂടി അച്ഛനും അമ്മയും മകളുമായിട്ട് ജീവിക്കുകയാണ്. ആ സമയത്ത് അവൾക്കൊരു പേരിടണമല്ലോ എന്നും പറഞ്ഞ് ആലോചിക്കുകയാണ് ഇവർ രണ്ടുപേരും. അപ്പോഴാണ് നമ്മുടെ അച്യുതൻ പറയുന്നത്, എടി ഞാൻ ഇവൾക്ക് പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്, സീത എന്നാ പേര്. അപ്പോൾ അംബിക പറയാം, സീതയോ, അതൊന്നും വേണ്ടതേ, സീതയൊക്കെ എത്രയോ പേർക്കുണ്ട്, നമുക്ക് വേറെ എന്തെങ്കിലും പേരിടാമെന്ന് ആലോചിച്ചിട്ട് അംബിക തന്നെ പറയാനുണ്ട്, ഈ സീത എന്നുള്ള പേരിന് അതേ അർത്ഥം വരുന്ന വേറൊരു വാക്കാണ് ഭൂമി, നമുക്ക് അങ്ങനെ ഇട്ടാലോ, ഭൂമിജ. ശരി, എന്നാൽ പിന്നെ അത് മതി. അങ്ങനെയാണ് ഭൂമിജ എന്നുള്ള പേര് ഭൂമിക്ക് വരുന്നത് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ആ കാറിൽ നിന്ന് ഇതൊക്കെ ആലോചിക്കുന്ന സമയത്ത് അച്ഛനെ കുറച്ച് നേരമായിട്ട് അകത്ത് കാണാത്തത് കൊണ്ട് തന്നെ ഭൂമി പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കണം. അപ്പോൾ കാറിനകത്തുണ്ടാവുമെന്ന് മനസ്സിലായി. കാർ തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് അച്യുതനുണ്ട്. പതിയെ അച്യുതനോട് വന്ന് സ്നേഹത്തോടെ സംസാരിക്കേണ്ട കൂട്ടത്തിൽ നമ്മുടെ ഭൂമി പറയുന്നുണ്ട്, അച്ഛൻ എന്താ ഇത്ര പെട്ടെന്ന് നാട്ടിലേക്ക് പോകണമെന്ന് ഒരാഗ്രഹം തോന്നിയത്? പോകണം മോളെ, അത്യാവശ്യമുണ്ട്. അല്ല, ഞാനൊരു കാര്യം അച്ഛനോട് പറയട്ടെ, ഒരു 2 ദിവസത്തെ സാവകാശം എനിക്ക് തന്നോടെ അച്ഛാ, നമ്മുടെ കോഫി ഷോപ്പും അതൊക്കെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ്, അച്ഛനെ എതിർക്കുകയൊന്നുമല്ല, വേദനിപ്പിക്കുകയല്ല, അച്ഛൻ പറയുന്നത് പോലെ തന്നെ നടക്കട്ടെ, അച്ഛൻ്റെ ആഗ്രഹം നടക്കട്ടെ. പിന്നെ എനിക്കും ചില കാര്യങ്ങൾ ഇവിടെ ചെയ്ത് തീർക്കാനില്ലേ. മോളെ, എന്ത് കാര്യമുണ്ടെങ്കിലും പോവാതിരിക്കാൻ പറ്റത്തില്ല മോളെ എന്ന് വീണ്ടും അച്യുതൻ പറയാൻ കേട്ടോ. എന്താ നിനക്ക് ഇത്ര അത്യാവശ്യം എന്നായിരിക്കും മോളിനി ചോദിക്കാൻ പോകുന്നതിൽ. അത്യാവശ്യമുണ്ട് മോളെ, പക്ഷേ എന്ത് അത്യാവശ്യമെന്ന് എനിക്കിപ്പോൾ പറയാനൊന്നുമില്ല. എല്ലാം മോൾക്ക് വേണ്ടി മാത്രമാണെന്ന് കരുതിയാൽ മതി. മോൾക്ക് വേണ്ടിയാണ് ഞാനും അമ്മയും ജീവിക്കുന്നത്, അത് മാത്രം നീ മനസ്സിലാക്കിയാൽ മതി. അറിയാച്ചാ, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്നിങ്ങനെ നമ്മുടെ ഭൂമിച്ചേട്ട അച്യുതൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഭൂമിക്ക് ഈ കാറുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് എപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പോൾ തന്നെ ഭൂമി ചോദിക്കുന്നുണ്ട്, അച്ഛാ നമ്മൾ പോകുമ്പോൾ ഈ കാറ് കൊണ്ടുപോകണ്ടേന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ അച്യുതൻ പറയുന്നുണ്ട്, മോളെ അതൊന്നും നടക്കുന്ന കാര്യമേ അല്ലല്ലോ, പിന്നെ അതെങ്ങനെയാണ് അച്ഛാ കൊണ്ടുപോകാതിരിക്കുന്നത്? അച്ഛൻ്റെ ജീവനല്ലേ ഇത്, അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കും. അങ്ങനെ
അല്ല മോളെ, നമുക്കിത് ആക്രി കച്ചവടക്കാർക്കും എല്ലാം കൊടുക്കാം. ഇല്ല അച്ഛാ, ഇത് അച്ഛൻ്റെ ആത്മാവാണ്, ഞാനിത് ആർക്കും വിട്ടു കൊടുക്കത്തില്ല. ഇത് എങ്ങനെയാണെങ്കിലും ശരി, ഞാൻ നാട്ടിലെത്തിക്കും. അപ്പോൾ അച്യുതനത് വല്ലാത്ത ഒരു സങ്കടമാവുന്നിട്ട് അപ്പോൾ ചോദിക്കുന്നു, അച്ഛാ നമ്മൾ പണ്ട് നാട്ടിൽ താമസിക്കുന്ന ആ പഴയ വീട് അത് നമുക്കിനി കിട്ടുമോ? അത് ഞാനവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് മോളെ, മിക്കവാറും കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഞാനൊന്ന് കോഫി ഷോപ്പ് വരെ എനിക്ക് പോകണം. പോയിട്ട് ലക്ഷ്മി ചേച്ചി കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കണം. പിന്നെ പോലീസുകാരോടൊക്കെ എനിക്കൊന്ന് യാത്ര പറയണം. എല്ലാവരോടും ഒന്ന് പറഞ്ഞിട്ട് വേണം പോകാനെന്ന് ഭൂമി പറയുമ്പോൾ അച്യുതൻ പറയുന്നുണ്ട്, മോളെ പറയുന്നതൊക്കെ കൊള്ളാം, പക്ഷെ നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് കൃത്യമായിട്ട് അവരുടെ സ്ഥലം പറയരുത്. അച്ഛാ, അങ്ങനെ അറിഞ്ഞാലും സൗഹൃദം പുതുക്കാനൊന്നും അവരാരും വരില്ല അച്ഛാ. അല്ല മോളെ, സ്ഥലം കറക്റ്റായിട്ട് പറയേണ്ടതാണ് ഞാൻ പറഞ്ഞത്, വേറൊന്നുമല്ല. ശരി, ഞാൻ എന്നാൽ അങ്ങനെയൊന്നും പറയുന്നില്ല, യാത്ര പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കാറിൽ നിന്ന് അന്ന് രാത്രി പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ സൗഭാഗ്യപുരത്താണെങ്കിൽ നമ്മുടെ സൗഭാഗ്യ രാവിലെ തന്നെ കലിപ്പില്ലാട്ടോ. കാരണം ഈ പത്രക്കാർ പത്രം ഇടുമ്പോഴത്തേക്കും ഗേറ്റിനടുത്ത് നിന്നിട്ട് വലിച്ചു കയറുന്നത് കണ്ടിട്ട് ദേഷ്യം വരാണ് കേട്ടോ. അങ്ങനെ സംഗീത ചായം കൊണ്ടുവരുമ്പോൾ സംഗീതയുടെ വഴക്കുണ്ടാക്കുകയാണ്. ഇവനെ പത്രം ഇങ്ങോട്ട് കൊണ്ടുവരണം, അല്ലാതെ അവിടെ പോയി എറിയല്ല വേണ്ട, ആരാ പോയി എടുക്കണം, കൊള്ളാമല്ലോ, ഇനി തൊട്ട് വേണ്ടെങ്കിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞ് പത്രക്കാരനെ വഴക്കൂറിനോട് നിൽക്കുന്ന സമയത്ത് ഓടിയിട്ടൊക്കെ വരുവാണ് നമ്മുടെ മാധവൻ. മാധവനോട് പറയുന്നുണ്ട്, മാധവ നീ എന്താ എക്സസൈസൊക്കെ ചെയ്തിട്ട് വരുന്നത്, നിൻ്റെ ഭാര്യയെ കൂടെ കൊണ്ടുപോകൂടെയും ചോദിക്കാം കേട്ടോ. അപ്പോൾ പറഞ്ഞു, ഞാൻ പറയാറുണ്ടമ്മേ സംഗീത വരാത്തതാ, അവൾക്ക് ആഹാരം കഴിക്കുന്ന സമയത്ത് നല്ല എക്സസൈസാണ് എന്നൊക്കെ പറഞ്ഞ് സംഗീതയെ കളിയാക്കാണ് കേട്ടോ. അതിനിടയ്ക്ക് അവർ പറയുന്നുണ്ട്, മാധവ നമുക്ക് വിവാഹം നിശ്ചയത്തിൻ്റെ ആ ഒരു കാര്യമൊക്കെ പത്രത്തിൽ കൊടുക്കണം, പിന്നെ റൊമാൻറ്റിക്കായിട്ടുള്ളൊരു ഫോട്ടോ കൊടുക്കണം എന്നൊക്കെ പറയാം. അപ്പം സംഗീതയും പറയുന്നുണ്ട്, ഇതൊക്കെ ഇന്നത്തെ ട്രെൻഡാണ്, നമുക്ക് അങ്ങനെ ചെയ്യാം, എന്നാൽ പിന്നെ നല്ല പുതുമയായിരിക്കുമല്ലോ, നമുക്കതൊക്കെ ചെയ്യാം. പിന്നെ അജയും അഞ്ജനയും നല്ല ജോഡി തന്നെയല്ലേ, അതോ എൻ്റെ തീരുമാനത്തിന് വേണ്ടിയിട്ട് അനുസരിക്കുകയാണോ? അങ്ങനെയൊന്നും ഇല്ലമ്മേ എന്ന് സംഗീത പറയാട്ടോ. ഇന്നത്തെ കാലത്ത് പുറത്തുനിന്ന് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നാലേ നല്ല പ്രശ്നം ഉണ്ടാവും. കാരണം ന്യൂ ജനറേഷൻസാണ്, എന്തെങ്കിലും പറഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ രണ്ടാമതിന് ഡൈവോഴ്സാണ്. നമുക്കാണെങ്കിൽ പിന്നെ അതിൻ്റെ പിറകെ നടക്കാനും നേരം കാണുള്ളൂ. ഇപ്പോൾ മാധവവർമ്മ പറയുന്നുണ്ട്, അല്ലെങ്കിലും ചെറുക്കൻ്റെ വീട്ടുകാരോട് അവർക്കൊരു താല്പര്യവും കാണൂല. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവനെ പ്രത്യേകം കൊണ്ടുപോകണമെന്നായിരിക്കും താല്പര്യം. എന്നും പത്രത്തിലൊക്കെ ഇതൊക്കെ തന്നെയല്ലേ വാർത്ത. അതൊക്കെ ശരി തന്നെയാണ്. അപ്പോൾ സൗഭാഗ്യ അവർ പറയുന്നുണ്ട്, എടി എനിക്ക് ഈ ഇവിടെയുള്ള പേരക്കുട്ടികളിൽ ഒരാൾ മാത്രം ഇവിടെ ഇല്ല, ഒരാൾ കാണാനില്ല, അഭിരാമി. പിന്നെ അല്ലാതെ അനുപമയുണ്ട്, അഞ്ജനയുണ്ട്. പിന്നെ അനുപമ അജയൻ്റെ അനിയത്തിയാണല്ലോ, അവൾ ഇവിടെയൊന്നും കണ്ടില്ലല്ലോ. ഇവിടെ ഒരു നല്ലൊരു കാര്യം നടക്കുമ്പോൾ വരണ്ടേ? അപ്പോഴാണ് സംഗീത പറയണ, അമ്മേ അവൾ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലല്ലേ, അതിനിപ്പോൾ എന്താ, ഇവിടെ വരാൻ പാടില്ലെന്ന് വല്ലതുണ്ടോ? ഈ വീട്ടുകാരെ മുത്തശ്ശി ഒന്നും വേണ്ടത് അനുപമ തീരുമാനിച്ചോ, വിവാഹ നിശ്ചയമാണ് വരുന്നത്, അവളിവിടെ ഉണ്ടായിരിക്കണം, എത്രയും വേഗം അവളെ വിളിച്ചിങ്ങോട്ട് വരുത്തിയേരെ എന്ന് പറയാട്ടോ. എന്നിട്ട് അവരങ്ങോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് സംഗീതം വല്ലാതെ ടെൻഷനായി. അപ്പോൾ നമ്മുടെ മാധവൻ പറയുന്നുണ്ട്, എടി നീ അവളെ വിളിക്കുക, കാര്യങ്ങളൊക്കെ പറ, നമുക്ക് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാം. ഏട്ടാ വേറൊന്നുമല്ല, അവളെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അവളാണെങ്കിൽ ഒന്ന് വിട്ട് പറയുന്നതുമില്ല, പക്ഷെ എന്നും പറഞ്ഞോട്ട് നീ എന്തായാലും വിളിക്കുക, ഫോണിൽ വിളിക്കുക എന്നും പറഞ്ഞ് മാധവനാണെങ്കിലും നമ്മുടെ സംഗീതം നിർബന്ധിക്കട്ടെ മകളെ വിളിക്കാനായിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും മുറിയിലിരിക്കുന്ന അഞ്ജനയുടെ അടുത്തേക്ക് ഭവാനി വരുവാട്ടോ. ഭവാനി വന്നിട്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, നീ എന്താ ഇവിടെ ഫോൺ കുത്തിപ്പിടിച്ചിരിക്കുന്നതെന്ന്. അമ്മേ ഞാൻ ഫോൺ കുത്തിപ്പിടിച്ചൊന്നും ഇരിക്കുന്നില്ല, ഞാനിത് ഗെയിമാണ് കളിക്കുന്നതെന്ന്. ഈ ഗെയിമല്ല, അതിലും വലിയൊരു ഗെയിമാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൽ വേണം ജയിക്കാനായിട്ട് എന്നൊക്കെ ഉപദേശം കൊടുത്തിട്ട് പറയാം. നീ അജയന് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ടോ, മെസ്സേജ് കൊടുക്കുന്നുണ്ടോ എന്നെല്ലാം ചോദിക്കട്ടോ. അപ്പോൾ അഞ്ജന പറയുന്നുണ്ട്, അമ്മേ ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞു, പക്ഷേ എൻ്റെ മറുപടി എന്ന് വെച്ചാൽ എൻ്റെ മോന്തൊക്കെ അനപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്, തിരിച്ചൊന്നും പറയുന്നില്ല, എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ റിപ്ലൈയും ഇല്ല. അമ്മ വിചാരിക്കും പോലെ അല്ല, അവൻ ആ ഭൂമിയെ എന്നെ ഇഷ്ടം. ആരെ? ആ ചായക്കടക്കാരി ഭൂമിയെ? അവളെ തന്നെ ഇഷ്ടം. എടി അതൊക്കെ അവൻ ചുമ്മാ നിന്നെ വിരട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലമ്മേ, അവൻ എന്നോട് തുറന്നു പറഞ്ഞതാ, വിവാഹം കഴിക്കുന്നെങ്കിൽ അവളെ കഴിക്കത്തുള്ളൂ എന്ന്. ആണോ? അപ്പോൾ ഉടനെ മാറി നിന്നിട്ട് നമ്മുടെ ഭവാനി ആലോചിക്കുന്നു, ഭൂമി അവൾ ഭൂമിയല്ല, അവൾ അഭിരാമിയാണ്, സത്യൻ്റെ മകൾ, അവളെ ഞാൻ ഭൂമിയിലേ വെച്ചേക്കില്ല എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ട് തിരിഞ്ഞു നിന്ന് മോളോടും അതുപോലെ പറയാട്ടോ, അവളെ ഞാൻ ഭൂമിയിൽ വെച്ചേക്കില്ല എന്ന്. അന്നേരം അഞ്ജന ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ അവളെ കൊല്ലാൻ പോവാണോ? കൊന്നിട്ടാണെങ്കിലും നമുക്ക് നമ്മുടെ കാര്യം സാധിച്ചെടുത്തേ പറ്റുള്ളൂ, അവളുടെ കാര്യം നീ എനിക്ക് വിട്ടേരെ, ഞാൻ കണ്ടോളാം. നീ പക്ഷേ ആ ജെയിന് മെസ്സേജ് അയക്കുന്നതും അവനോട് സംസാരിക്കുന്നതും അവന് എത്ര വെറുപ്പുണ്ടെങ്കിലും കുഴപ്പമില്ല, നീ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. പറഞ്ഞതിന് മനസ്സിലായല്ലോ, നമ്മുടെ ലക്ഷ്യം സാധിച്ചെടുത്തേ പറ്റുള്ളൂ, അത് 1-2 വർഷമായിരിക്കില്ല, കുറച്ച് വർഷങ്ങൾ നീണ്ടാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് മക്കൾക്ക് ഉപദേശം കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഭൂമിജ രാവിലെ ചായയൊക്കെ കൊണ്ട് വരാനായിട്ട് കോഫി ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. എന്നിട്ട് ലക്ഷ്മിക്ക് എല്ലാ കാര്യങ്ങളും കൊടുക്കാനായിട്ട് നിർദ്ദേശങ്ങൾ. ലക്ഷ്മിക്ക് നല്ല ടെൻഷനുണ്ട്, നീ പേടിക്കേണ്ട
വേണ്ട ലക്ഷ്മി ചേച്ചി, നീ എല്ലാം പഠിച്ചിട്ടുണ്ട്, മിടിക്കുകയാണ്. എന്തായാലും 1-2 ആഴ്ചത്തേക്കാണ് ഞാൻ നാട്ടിലേക്ക് മാറി നിൽക്കുന്നത്, അത് കഴിഞ്ഞ് ഞാൻ ഇനി വരുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചായയും കോഫിയും ഒക്കെ എടുത്തിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് ഓരോരുത്തർക്കും ചായ കൊടുക്കുമ്പോഴും പറയുകയാണ് ഞാനിങ്ങനെ നാട്ടിലേക്ക് പോവുകയാണെന്ന്. അപ്പോൾ എന്നിട്ട് അവിടെയുള്ളൊരു പോലീസുകാരെ 1-2 കേസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അയാളോട് സമാധാനിപ്പിക്കുന്നുണ്ട്, ഏട്ടാ വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് ഓൺലൈൻ വഴി സംസാരിക്കാമെന്ന്. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ CI സാറിനെ കൊണ്ട് കൊടുക്കുകയാണ് അജയിനോടും കാര്യം പറയുന്നുണ്ട്. സാറേ, ഞാൻ 2 ആഴ്ചത്തേക്കൂടെ കാണില്ല, നാട്ടിലേക്ക് പോവാം. നാട് എവിടെ ഞാൻ ചോദിക്കട്ടോ? അതങ്ങ് കിഴക്കാണെങ്കിലും സ്ഥലമില്ലേ, സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് സ്ഥലം ആരോടും ഉറപ്പിച്ച് പറയരുതെന്ന്. അപ്പോൾ ഭൂമിജ അത് പറയണില്ല, അത് സ്ഥലമൊന്നും പറഞ്ഞാൽ സാറിന് അറിയില്ല എന്നിങ്ങനെ പറഞ്ഞു ഒഴിയുക കേട്ടോ. പക്ഷേ അജയിനെ പോകുന്നു എന്ന് പറയുമ്പോൾ സാധിച്ച് വിഷമം തോന്നുന്നുണ്ട്. ഭൂമി 2 ആഴ്ചത്തേക്കാണെങ്കിലും പോയിട്ട് തിരിച്ച് വരുമല്ലോ അല്ലേ, വരണമെന്നാണ് ആഗ്രഹമെന്ന് പറയാം. വരണം, ഭൂമി ഇവിടെ എല്ലാവരുടെ അടുത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് തിരിച്ച് വരണമെന്ന് പറയാം. അപ്പോൾ ഭൂമി ചോദിക്കുന്നുണ്ട്, സാറിന് ഇപ്പം എന്നോട് ഇഷ്ടമൊക്കെ ഉണ്ടല്ലേ, പിന്നെ തന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ താനെന്താ വേറെ വല്ല കുഴപ്പം ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ, താൻ നല്ലൊരു കുട്ടിയല്ലേ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പം സാറിൻ്റെ സ്വഭാവം സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ചില സമയത്ത് പൂച്ചക്കുട്ടിയായിരിക്കും, മുയൽക്കുട്ടിയായിരിക്കും, ചില സമയമാണെങ്കിൽ കലമാനായിരിക്കും. അപ്പോൾ അജയ് പറയുന്നുണ്ട്, കലമാനല്ല, കടുവ, പുലി, സിംഹം എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ അഞ്ജനയ്ക്കൊരു വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. അച്ഛൻ ഇങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. സാരമില്ലടോ, താൻ പോയിട്ട് വാ, എന്തായാലും താൻ നല്ലൊരു കുട്ടിയാണ്. തൻ്റെ കടയിൽ വച്ചേക്കുന്ന ബോർഡ് എല്ലാവർക്കും സന്തോഷം വരണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു ബോർഡാണ് വച്ചേക്കുന്നത് കേട്ടോ. അത് സന്തോഷം കിട്ടണം എന്നുള്ളത്. അതുപോലെ തന്നെ താൻ നല്ലൊരു കുട്ടിയാണ്, പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞ്, പക്ഷേ എത്രയും വേഗം തിരിച്ച് വന്നേക്കണമെന്നും കൂടെ പറയാം കേട്ടോ. അപ്പോൾ അഞ്ജനയ്ക്ക് ഈ സ്നേഹമൊക്കെ കാണുമ്പോൾ അല്ലാതെ സങ്കടവും സന്തോഷമൊക്കെ വന്നിട്ട് കണ്ണ് നിറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങാട്ടോ. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്